بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയത്തോടെ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഞാൻ നിങ്ങൾ നിലകൊള്ളുക. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. വിശുദ്ധമായ റബീഉൽ അവ്വൽ പിറന്നതോടുകൂടെ പ്രവാചക പ്രകീർത്തന സദസ്സുകൾ നമ്മുടെ നാടുകളിൽ, വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രവാചകൻ പ്രകീർത്തന സദസ്സുകൾ അലങ്ങേറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യനബിയോട് കൂടുതൽ അടുപ്പം അവിടുന്ന് കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിതം ചിട്ടപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് പറഞ്ഞത് ലോക ചരിത്രത്തിൽ തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നബിയെ കുറിച്ച് വാനോളം പുകഴ്ത്തിയത് സർവേശ്വരനായ ജഗന്നിയന്താവായ അല്ലാഹു. വിശുദ്ധ ഖുർആൻ തന്നെ ഓരോ വചനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ പുണ്യനബിയുടെ നിയോഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാ. പ്രവാചകന്റെ നിയോഗം തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയുടെ നിയോഗം തന്നെ ലോകത്തിന്റെ കാരുണ്യമാണ്. അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അവിടുത്തെ സ്വഭാവം വല്ലാത്ത അത്ഭുതമാണ്. എല്ലാ അർത്ഥത്തിലും മഹോന്നതമായ അത്യുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങനെ ഓരോന്നും പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുമ്പോ അല്ലാഹു പറഞ്ഞ ഇന്ന് തന്നെ നമ്മൾ ഓതിയ വിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഏറ്റവും ഉത്കൃഷ്ടമായ അടിമയെന്ന വല്ലാത്ത അത്ഭുത പ്രതിഭാസമായ മുഹമ്മദ് മുസ്തഫ ആ തങ്ങൾക്കാണ് ഖുർആൻ. അങ്ങനെ ഖുർആന്റെ ഓരോ വചനങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ ധാരാളമായി പടച്ച തമ്പുരാൻ പുണ്യനബിയെ കുറിച്ച് വർണ്ണിച്ചത് കാണാം. ഖുതുബയിൽ നിങ്ങൾ കേട്ടല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ നിലയും വിലയും ഉൾക്കൊണ്ടവൻ മൻ ഹളറ മൗലിദൻ നബി ഫഅള്ളമ ഖദറഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞ വല്ലാത്ത നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വരികളാണ്. റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ സദസ്സിൽ ഒരാൾ പങ്കെടുക്കുകയും അത് അത്ഭുതമാണ്, വല്ലാത്ത മഹത്വമാണെന്ന് കരുതുകയും ചെയ്താൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചു. അപ്പൊ ജസ്റ്റ് മനസ്സിൽ ആ സദസ്സിന് ബഹുമാനം മനസ്സിലുണ്ടായാൽ തന്നെ അവൻ വിജയിച്ചു എന്നാണ്. അത് റസൂലുള്ളാഹിനെ അറിഞ്ഞവർക്കും അത്രയും ഒരുപാട് പറഞ്ഞത് കാണാം. ചരിത്രത്തിന്റെ ഇന്നലകളെ ഇന്ന് ഖുതുബയുടെ അവസാനം നിങ്ങൾ കേട്ട ആയത്ത് വല്ലാത്ത അത്ഭുതമാണ്. നമുക്കും സന്തോഷിക്കാം. മനസ്സറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ ഉൾക്കൊള്ളാൻ അവിടുത്തെ ഒരു സുന്നത്ത് നമ്മൾ ജീവിതമാക്കിയാൽ നമുക്കും രക്ഷപ്പെടാം. ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട അലിമശിഷ്യൻ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വല്ലാത്ത ഇഷ്ടപ്പെട്ട സ്വഹാബിയ. ഒരിക്കൽ പ്രവാചകന്റെ സമക്ഷത്തിലേക്ക് ദുഃഖിതനായി വല്ലാത്ത സങ്കടത്തോടെ ശരീരമാകെ സൃഷ്ടിച്ച് വല്ലാത്ത സങ്കടത്തിൽ പുണ്യനബിയുടെ അരികിലേക്ക് വരികയാണ്. സദാസമയം റസൂലുള്ളാഹിനെ കാണുമ്പോൾ വല്ലാത്ത ഉന്മേഷമുള്ള സ്വഹാബിയ. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ സമക്ഷത്തിലേക്ക് സങ്കടത്തോടെ വല്ലാത്ത വിഷമത്തോടെ കടന്നു വന്നു. ശരീരമാകെ മെലിഞ്ഞിരിക്കുകയാണ്. മുഖത്ത് വല്ലാത്ത സങ്കടം തളം കെട്ടി നിൽക്കുകയാണ്. അത്ഭുതത്തോടെ പുണ്യം ഭൂമിയിൽ ചോദിച്ചു, മാ ഗയ്യറ വജ്ഹുക യാ സൗബാൻ. സൗബാനേ, നിന്റെ മുഖത്ത് വല്ലാത്ത മാറ്റമുണ്ടല്ലോ, ശരീരമാകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എന്തു പറ്റി നിനക്ക്? സൗബാൻ പറയുന്നു, നബിക്ക് സങ്കടമില്ല, ശാരീരികമായി ബുദ്ധിമുട്ടില്ല, വിശപ്പില്ല, ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. പക്ഷേ
എനിക്ക് ഒരു സങ്കടമേ ഉള്ളൂ നബിയെ, എപ്പോഴും അങ്ങയെ കണ്ടിരിക്കണം, എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം ലഭിക്കണം. വീട്ടിലങ്ങ് പോയാൽ ഞാൻ ഒറ്റപ്പെടും നബിയെ, പെട്ടെന്ന് അങ്ങയെ കാണാൻ നീ പള്ളിയിലേക്ക് ഓടി വരും നബിയെ. അങ്ങയുടെ 16-ാം രാവിന്റെ പൗർണമിയെ പോലും തോൽപ്പിക്കുന്ന മുഖം കാണുമ്പോ എനിക്ക് വല്ലാത്ത സായുജ്യമട്, വല്ലാത്ത സന്തോഷമുണ്ടാകും. പക്ഷേ ഈ അടുത്തായി എന്റെ മനസ്സ് അലട്ടുന്ന സങ്കടം, ഞാൻ ദുഃഖിതനായി അങ്ങേക്ക് കണ്ടത് ഈ ദുനിയാവിൽ അങ്ങയെ കാണാൻ മനസ്സിലാക്കണം വരുമ്പോ ഈ പള്ളിയിൽ വന്നാൽ അങ്ങയുടെ പൂമുഖം ദർശിക്കാൻ പറ്റും. പക്ഷേ ആഖിറത്തെ കുറിച്ച് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി നബിയെ. ഈ ലോകത്ത് നിന്നങ്ങ് വിട പറഞ്ഞാൽ എല്ലാവരും വിട പറഞ്ഞ ആഖിറമാകുന്ന മഹാകോടതിക്ക് മുമ്പിലെത്തുമ്പോ, അങ്ങ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തിലെത്തുമ്പോ ഈ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയില്ലെങ്കിലോ, കടന്നാൽ തന്നെ ഒരു ചെറിയൊരു സ്ഥാനമല്ലേ. അങ്ങ് ഉന്നതമായ സ്ഥാനത്തിരിക്കുമ്പോ അങ്ങയുടെ മഹനീയമായ പൂമുഖം ദർശിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ നബിയെ. സ്വർഗത്തിൽ അങ്ങയെ കാണാൻ പറ്റില്ലല്ലോ, ആഖിറത്തിൽ അങ്ങയെ കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒരു നിമിഷം കാണാതിരുന്നാൽ, ഓടി വന്ന് ഈ പള്ളിയിൽ വന്നാൽ അങ്ങയുടെ മുഖം എനിക്ക് കാണാൻ പറ്റും. പക്ഷേ ആഖിറത്തിലെത്തിയാൽ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തിലെത്തിയാൽ അങ്ങേ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇതോർത്തിട്ടാണ് എനിക്ക് സങ്കടം, ഇതോർത്തിട്ടാണ് എന്റെ മനസ്സിന്റെ ടെൻഷൻ, ഇതോർത്തിട്ടാണ് എന്റെ ശരീരം വരുന്നത്. ആ സമയത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സൂറത്ത് നിസാഇന്റെ 69-ാമത്തെ ആയത്ത് മയ്യുതിർ റസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ. പ്രവാചകനെ അനുസരിച്ചാൽ, അവിടുന്ന് കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തി മനസ്സാവാചാകർമ്മണ പുണ്യനബിയെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ അല്ലാഹു അനുഗ്രഹിച്ച നബിമാരോടൊപ്പമാണ് സ്വർഗത്തിൽ എന്ന വിശുദ്ധമായ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. അതായത് നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, അൽ മർഉ മഅ മൻ അഹബ്ബ. അനസ് തങ്ങൾ പറയുന്നു, ഈ ഹദീസ് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണ്. കാരണം വഹിബ്ബു റസൂലല്ലാഹ് വഅബ്ഹാബകരി വഉമറ വഉസ്മാന വഅലി. ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിൽ പ്രവാചകനെ ഉൾക്കൊള്ളുകയും അവിടുത്തെ സ്നേഹിക്കുകയും മനസ്സറിഞ്ഞ സ്വലാത്തു ചൊല്ലുകയും അവിടുത്തെ മാർഗത്തിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ നമുക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതന്മാരോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഈ ആയത്തും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കാരുണ്യവാനായ റബ്ബ് പുണ്യനബിയെ കൂടുതൽ അണയാൻ അവിടുന്ന് കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തി സാഹചര്യങ്ങൾ കടിമപ്പെടാതെ നല്ലൊരു മനുഷ്യനായി, അതിലുപരി നല്ലൊരു മുഅ്മിനായി ജീവിച്ച് അവൻ തിരിച്ചു വിളിക്കുമ്പോ ഈമാനോടെ റബ്ബിലേക്ക് മടങ്ങുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.